ഹലോ, അതെന്റെ ഫോണാ. അറിയാം, പക്ഷെ ഇപ്പൊ തരാൻ പറ്റില്ല. തരണ്ടടോ, നോക്കിയിട്ട് ആരാണെങ്കിലും പറ. ആ, അങ്ങനെ മര്യാദയ്ക്ക് ചോദിച്ചാ പോരാ. ജോണി അന്തോണി, ജോണി ആന്റണി. ഫിലിം ഡയറക്ടർ ജോണി ആന്റണി ആണോ സാറേ? ആ, ആർക്കറിയാം. ആ അതെ. താൻ സിനിമയില എന്താ പോസ്റ്റ്? പ്രൊഡ്യൂസറോ അതോ എഡിറ്ററോ? സാറേ, പുള്ളി ഇപ്പൊ അഭിനയം തുടങ്ങിയിട്ടുണ്ട്. ആഹാ, എന്നാ പിന്നെ വേറെ ആരൊക്കെ സിനിമാക്കാരനെന്ന് നോക്കിക്കളയാം. സാറേ, അത് ശരിയല്ല കേട്ടോ. ഇതൊക്കെ ഒരു രസമല്ലോ. ആ, എന്തേലും ചെയ്യും. ഡോടോടോ, തന്റെ ക്രിമിയടി എനിക്ക് മനസ്സിലായി. അതിൽ നടിമാറ നമ്പർ ഒന്നും ഇല്ല. ഇതാ സാറേ. അയാളെന്ത് സിനിമക്കാരനാണ്? ആണെന്ന് തോന്നുന്നു സാറേ. ജോക്കുട്ടൻ സാറ് പുള്ളിയുടെ കോണ്ടാക്ട് ലിസ്റ്റ് സെർച്ച് ചെയ്യുന്നുണ്ട്. അയാൾക്ക് ഇത് എന്തിന്റെ കേടാ? വേണ്ടെന്ന് പറയട്ടെ സാർ. എന്തിനാട്ടെ. KC ജോർജ് സാർ. അപ്പൊ താൻ സിനിമാക്കാരൻ മാത്രമല്ല, കേരള കോൺഗ്രസ്സുകാരൻ കൂടിയാണ്. നികേഷ്. ഏത്? നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ ആയിരിക്കും. ആ പേര് ഞാൻ വേറെ ആർക്കും കേട്ടിട്ടില്ല. നല്ല ശബ്ദം. ഉമ്മൻചാണ്ടി സാർ. സാറാന്നോട് വെച്ച് എന്റിക്ക് ഏതായാലും യു വരുത്തിയില്ലേ? ഉമ്മൻചാണ്ടി കുറച്ചുകൂടെ ഉള്ളൂ, ഇപ്പൊ തരും. ആരാണ്? വിജയൻ സാർ. പേടിക്കണ്ടോ, അത് പിണറായി വിജയൻ സാറിന്റെ നമ്പറൊന്നും അല്ല. IG വിജയൻ സാറിന്റെ നമ്പറാ. സാറേ, ഇപ്പൊ നേരത്തെ പിടിച്ച അബ്കാരി കേസില്ലേ, ആള് വെറും ഒരു എക്സ് മിലിറ്ററി അല്ല. വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സും മീഡിയക്കാരും IG വിജയൻ സാറൊക്കെ കോണ്ടാക്ട് ലിസ്റ്റില്. അതെ സാർ. കമ്പ്യൂട്ടറിൽ കയറിയോ? ഓ സാർ, റിമാൻഡ് റിപ്പോർട്ട് വരെ തീർന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പ്രൊസീഡേ. സ്വൈരം കളയാൻ ഓരോ വലകൾ വന്ന് കയറിക്കോളൂ. ഒരു കാര്യം ചെയ്, ആളെ മയത്തില് കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കും. ഒഫൻസിന്റെ ഗ്രാവിറ്റി ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ലെന്നേ സാർ. ആ പിന്നെ ആ സാർ. അയാളെ കംഫർട്ടബിൾ ആക്കുന്ന തരത്തിൽ ഒന്ന് ട്രീറ്റ് ചെയ്തേക്ക്. അതിന് നിങ്ങളുടെ ഈ സ്ട്രിക്റ്റിലോ ദുശാഠ്യമോ നോക്കണ്ട. പിടിപാടുള്ള ഇവക സാധനമൊക്കെ കടിച്ച അത്താഴം മാത്രമല്ല മുടങ്ങുക, അറിയാലോ. ശരി സാർ.